ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു അമളി പറ്റി വല്ലാത്തൊരു സംഭവമായി മാറി. ഞാൻ ഇപ്പോഴും ഇരുന്ന് ചിരിക്കുകയാണ് അത് ആലോചിച്ചിട്ട്. അപ്പൊ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു കുറച്ചു നേരം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളവിടെ ഒരു പുതിയൊരു വീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ വീടിന്റെ അവിടെ ഒരു ചെറിയ പണി ഉണ്ടായിരുന്നു. അപ്പൊ ആ പണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പുറത്ത് പോയിട്ട് ഒരാളെ വിളിച്ച്. അപ്പൊ ഞാൻ അവനെ വിളിക്കുമ്പോ തന്നെ പറഞ്ഞ് എന്നെ കൊണ്ട് ഒറ്റക്ക് കഴിയൂല, ഒന്നോ രണ്ടോ ആള് വേണ്ടി വരും എന്നാണ്. അപ്പൊ ഓൻ അടുത്തേക്ക് പറഞ്ഞു, ഞാൻ എന്നെ മതി, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഇന്നതാണ് സംഭവം, ഇന്നതാണ് ജോലി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇത്ര ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ആയിക്കോട്ടെ, എത്ര റിയാൽ വേണം, ഓക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, അത് കൊടുക്കാൻ നമുക്ക് എന്നും പറഞ്ഞ് ഞാൻ ഓക്കെ എന്നാലും ഓനെ വണ്ടിയിൽ എടുത്തിട്ട് കൊടുന്ന് വീട്ടിലെത്തി ആ സംഭവം കൊണ്ട് കാണിച്ചു കൊടുത്തേക്ക് പോകാൻ പറഞ്ഞു, ഇന്നെ കൊണ്ട് പറ്റൂല, ഇന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ എന്ത് കാര്യം എടുത്തു ചാടി ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പൈസ എന്ന് കേൾക്കുമ്പോഴുള്ള സംഭവമാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളവിടെ ഒരു ഉസ്താദ് വയല് പറയുന്ന നേരത്ത് വർഷക്കാലാണ്. അപ്പോ തീരെ പണില്ല. ഞങ്ങളവിടെ ഉള്ള ഒരു താത്ത പറഞ്ഞ്, എന്റെ ഭർത്താവിന് പണിയില്ലാതാക്കും, വേറെ പണിയൊന്നും ഇല്ല, ഇപ്പോ മഴ ആയിട്ട് പണിക്കൊന്നും പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ഉസ്താദ് ഞങ്ങൾക്ക് എന്റെ ഭർത്താവിന് പണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദോരക്കണം, നിങ്ങൾ മനസ്സൊരുക്കി ദോരക്കണം ഉസ്താദെ, എന്നും പണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നാണ്. അങ്ങനെ എന്തോ ഒരു പൈസ ഒക്കെ കൊടുത്തപ്പോ മൂല്യര് എന്താ പറയാ, കണ്ണും മുന്നും നോക്കിയില്ല, നല്ലവണ്ണം പ്രാർത്ഥിച്ച്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഉസ്താദിനെ ബാക്കിൽ നിന്ന് ഒരാൾ തോണ്ടിയിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളിപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് ആ തോരുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ആ പ്രാർത്ഥിച്ചതെന്ന് അറിയോ, എന്താ മൂപ്പരെ പണിന്ന് അറിയോ, മൂപ്പർക്ക് മെയിൻ ആയിട്ടുള്ള പണി എന്താ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അത് ആരെ പെണ്ണുങ്ങളാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, അത് നമ്മളെ കവറ് കളക്കണ ഇന്ന ആളെ പെണ്ണുങ്ങളാണ്. അപ്പോ മൂപ്പർക്ക് കവറ് കളക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ ജോലിക്കും വേണ്ടിയിട്ട് തോരുന്നത്. അപ്പൊ ആ ഉസ്താദ് ആ മഹലിലുള്ള ആളാണ്. ഓന്റെ സൈനബ ഇജ്ജ് എന്നോട് ഈ പണി ചെയ്യണ്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരിയാണ് അവസ്ഥ. എന്ത്, നമ്മളിത് കിട്ടുമ്പോത്തിന് അല്ലെങ്കിൽ കാണുമ്പോത്തിന് പൈസയായി കാണുമ്പോത്തിന് ചാടിയിട്ട് അങ്ങോട്ട് വിൽക്കരുത്. ഇന്നതാണ് സംഭവം എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാ. അല്ലെങ്കിൽ ഇതേമാതിരി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് പറഞ്ഞത്, എന്ത് കാര്യം എടുത്തു ചാടി ചെയ്യാതിരിക്കുക. മുന്നിൽ എനിക്കും സംഭവിച്ചു. ഓൻ ലാസ്റ്റ് ഞാൻ എന്നിട്ട് പോയിട്ട് 3 പട്ടാണികളെ കൊടുത്തിട്ട് അവരാണ് അത് മേലേക്ക് ടാങ്കി കയറ്റിയത്. ഒരു വലിയ ടാങ്കി മേലേക്ക് കയറ്റാനാ. 3 നില വീടിന്റെ മേലേക്ക് ടാങ്കി കയറ്റാനാ. അതിന് ഒരു ബംഗാളി വന്ന ഞാൻ ഓനോട് പറഞ്ഞപ്പോ ഓനോട്, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഓനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിച്ച്. അപ്പൊ ഓനക്ക് ഒരു ഐഡിയ ഇല്ല, ഓനക്ക് പൈസ കിട്ടിയാൽ മതിയായിരുന്നു. ഓൻ ഇത് കണ്ടേക്ക് ആകെ അന്തം വിട്ട്. അപ്പൊ ഏറെക്കുറെ പൊട്ട ഇതേമാരത്തെ എളുപ്പം കോമഡി ഒക്കെ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളി, ഒരു ലൈക്ക് അടിച്ചോളി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കമന്റും ചെയ്തോളി, ഇഷ്ടമായെങ്കിൽ ഇട്ടാ.